നമസ്കാരം. ലോക്സഭയിൽ അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ മറുപടി പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അതിർത്തിയിൽ സൈനികർ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് ഗൊഗോയിക്ക് എന്ത് ധാരണയാണ് ഉള്ളതെന്ന് അമിത്ഷായുടെ ചോദ്യം രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ബിജെപിയുടെ ഉറച്ച നിലപാടിന് അടിവരയിടുന്നതായി വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കിടെയായിരുന്നു അമിത്ഷായുടെ രൂക്ഷ വിമർശനം. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ടവരെ ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നീക്കത്തിലൂടെ വധിച്ചതിനെക്കുറിച്ചും അമിത്ഷാ വിശദീകരിച്ചപ്പോൾ കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം പോലും ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് എങ്ങനെ ഉറപ്പിക്കാനാകുമെന്ന് ചോദിച്ചത് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി. ഈ വാദങ്ങൾക്ക് മറുപടിയായാണ് ഗൗരവ് ഗൊഗോയിയെ ലക്ഷ്യം വെച്ച് അമിത്ഷാ ചോദ്യമുയർത്തിയത്. നിങ്ങൾ എത്ര തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്? എന്നാൽ അതിർത്തിയിലേക്ക് പോയി അവിടെ നമ്മുടെ സൈനികർ -43°C പർവ്വതങ്ങളിലും നദികളിലും നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടിട്ടുണ്ടോ? ഇതായിരുന്നു അമിത്ഷായുടെ ചോദ്യം. ഇത് കോൺഗ്രസിന്റെ അതിർത്തി സുരക്ഷയോടുള്ള സമീപനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾക്ക് ബിജെപി ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് എങ്ങനെ സംഭവിച്ചെന്നും ഇന്റലിജൻസ് സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് സമഗ്രമായ വിശകലനം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ചൈനീസ് അതിർത്തിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ബിജെപി തയ്യാറാകുന്നില്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഇത്തരം വിമർശനങ്ങൾ രാജ്യസുരക്ഷയേക്കാൾ ഉപരി രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ബിജെപി ചൂണ്ടിക്കാണിക്കുന്നു. അതിർത്തിയിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സഭ ബഹിഷ്കരിച്ചപ്പോഴും അത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് അമിത്ഷാ നേരത്തെ ആരോപിച്ചിരുന്നു. അമിത്ഷായുടെ വാക്കുകൾ ബിജെപിയുടെ രാജ്യസുരക്ഷാ നിലപാടിന്റെ വ്യക്തമായ പ്രഖ്യാപനവുമായി വിലയിരുത്തപ്പെടുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൈനികരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കണമെന്നാണ് ബിജെപിയുടെ പക്ഷം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ രാജ്യത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അമിത്ഷാ നേരത്തെയും ഉറപ്പു നൽകിയിട്ടുണ്ട്. നെഹ്റുവിന്റെ തെറ്റായ തീരുമാനങ്ങളാണ് അക്സായി ചിൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നും പാക് അധിനിവേശ കശ്മീർ നിലനിൽക്കുന്നതിന് നെഹ്റുവിന്റെ ഏകപക്ഷീയമായ വെടിനിർത്തലാണ് കാരണമെന്നും അമിത്ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. അതിർത്തിയിലെ ഓരോ സൈനികനും രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ത്യാഗങ്ങളെ മാനിക്കാനും ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനും ബിജെപി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമിത്ഷായുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു. ഇത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ബിജെപിക്ക് കൂടുതൽ സ്വീകാര്യത നൽകാൻ സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.